ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കാം. ഇനി ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടിച്ചെടുത്തത്, ഇത് ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്തതാണ്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് വേവിച്ചതും എല്ലാം കൂടെ നല്ലോണം യോജിക്കണം. ഗരം മസാല 1/4 ടീസ്പൂണോളം എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ബ്രെഡ് സ്ലൈസ് ആണ് വേണ്ടത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ റൗണ്ട് ഷേപ്പിൽ എടുത്ത ബ്രെഡിന് മുകളിൽ നമ്മൾ ആദ്യം കൂട്ടി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ റൗണ്ട് ഷേപ്പിൽ ഇതിന് പതിപ്പിച്ച് കൊടുക്കാം. ഇനി എല്ലാം കട്ട് ചെയ്തെടുത്ത എല്ലാ ബ്രെഡിലും നമ്മൾ മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് വേണ്ടത്. കോൺഫ്ലവറും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തൊരു കൂട്ടാണ്. ഇത് ലൂസ് ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഇതിന് മേലെ, ഈ കൂട്ടി വെച്ച ബ്രെഡിന് മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബ്രെഡ് ക്രംസ് വിതറി കൊടുക്കണം. നേരത്തെ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ആ ബ്രെഡ് പീസുകളാണ് ഞാൻ ക്രംസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഇത് ഫുൾ മുങ്ങുന്ന രീതിയിൽ ാണ് നമ്മളത് പൊരിച്ചെടുക്കേണ്ടത്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്ക് മറിച്ചിടാം. ഇതിൻ്റെ 2 സൈഡും ഗോൾഡൻ കളറായാൽ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെജ് ബ്രെഡ് കോയിൻ റെഡി ആയിട്ടുണ്ട്.